കാസർഗോഡ് ഉപ്പളയിൽ വീട്ടിലെ വെടിവെപ്പ് കേസിൽ 14-കാരനെ ചോദ്യം ചെയ്തതിൽ നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. ഓൺലൈൻ ഗെയിമിന് അടിമയായ കുട്ടി ഗെയിം ടാസ്കുകൾ പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായാണ് വെടിയുതിർത്തെന്നാണ് കണ്ടെത്തൽ. വീട്ടുകാർ വഴക്കു പറയുമെന്ന പേടിയാണ് കുട്ടി സ്വയം കഥ മെനഞ്ഞത്. സംഭവത്തിൽ തോക്കും തിരയും കണ്ടെടുത്തെങ്കിലും കുട്ടിക്ക് തോക്ക് എവിടെ നിന്ന് കിട്ടിയെന്നതിൽ വ്യക്തതയില്ല. വിവരങ്ങളുമായി KB ബൈജു ചേരുന്നുണ്ട്. ബൈജു, കഴിഞ്ഞ ദിവസമാണ് കാസർഗോഡ് ഉപ്പളയിലെ വീട്ടിൽ 14-കാരൻ സ്വന്തം വീടിന് നേരെ 14-കാരൻ വെടിയുതിർത്തത്. പക്ഷെ അതിനുശേഷം ആ കുട്ടി പറഞ്ഞ കഥ, കാറിലെത്തിയൊരു സംഘം വീടിന് നേരെ വെടിയുതിർത്തു, അതിനുശേഷം കടന്നുപോയെന്നാണ്. പക്ഷെ ആ മൊഴികളിലൊക്കെ ചില സംശയം തോന്നിയ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നു. അങ്ങനെ 14-കാരനിലേക്ക് അന്വേഷണം എത്തുന്നു. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടോ? മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും ഞെട്ടിപ്പിക്കുന്നൊരു കാര്യം, നമ്മുടെ നാട്ടിൽ നിരവധി കുട്ടികൾ ഓൺലൈൻ ഗെയിമിന് അടിമകളാണ്. നേരത്തെ നമുക്കറിയാം, ഈ ഓൺലൈൻ ഗെയിം കളിച്ച് ആത്മഹത്യ ചെയ്ത കുട്ടികളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ മറ്റൊരു കഥയാണ്. അതായത് ഓൺലൈൻ ഗെയിമിൻ്റെ ഭാഗമായി, ടാസ്കിൻ്റെ ഭാഗമായി സ്വന്തം വീടിന് നേരെ വെടിയുതിർക്കുന്നു. എന്താണ് ഈ 14-കാരൻ്റെ മൊഴിയിലുള്ളത്? പോലീസ് എന്ത് നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്? ടോമേ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓൺലൈൻ ഗെയിമിങ്ങുമായി ബന്ധപ്പെട്ട് ഇതിൽ അടിമപ്പെട്ട് പലതരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം സ്വർണം ഇത്തരത്തിൽ തട്ടിയെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നിരവധിയായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനെതിരെ ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നും വലിയ ജാഗ്രത ഉണ്ടാകും, നിരന്തരം വാർത്ത ഉണ്ടാകും. പിന്നീട് അത് സാധാരണ നിലയിലേക്ക് തന്നെ മാറും. ഇത്തരത്തിൽ ഈ ഗെയിമിങ്ങിന് അടിമപ്പെട്ട കുട്ടികൾ ഇപ്പോഴും സജീവമായി തന്നെ ഉണ്ട്. ഇത്തരം ഗെയിമുകൾ സജീവമായിട്ടുണ്ട് എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കാസർഗോഡ് ഉപ്പളയിൽ നടന്നത്. അതായത് ശനിയാഴ്ച വൈകിട്ട് 6 മണിക്കാണ് ഉപ്പള ഹിദായത്ത് നഗറിൽ ഇത്തരത്തിൽ ഈ കുട്ടി ഈ വീടിന് നേരെ ഒരു വെള്ള കാറിലെത്തിയ സംഘം, 5ഓളം പേരടങ്ങുന്ന സംഘം 6 തവണ വീടിന് നേരെ തുരുതുര വെടിവെച്ചു എന്ന ഒരു കാര്യം പറയുന്നത്. ഇത് മനസ്സിലാക്കിയ ഉടൻ പോലീസ് വലിയ സന്നാഹത്തോടെയാണ് പോലീസ് പ്രവർത്തിച്ചത്. കാരണം നമുക്കറിയാം, ഒരു വീടിന് നേരെ ഇത്തരത്തിൽ വെടിവെപ്പ് ഉണ്ടായി എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ പരിഭ്രാന്തി ഉണ്ടാക്കുന്ന സംഭവമാണ്. പ്രത്യേകിച്ച് സാമ്പത്തികമായി കുറച്ച് ഉന്നതിയിൽ നിൽക്കുന്ന ഒരു കുടുംബം കൂടിയാണ്. ഇയാൾ പ്രവാസിയാണ്. അബൂബക്കർ എന്ന് പറയുന്ന ആളുടെ വീടാണ്. ഇവരുടെ ഭാര്യ, അതോടൊപ്പം 3 മക്കൾ, അവരാണ് താമസിക്കുന്നത്. ഇതിൽ ഏറ്റവും ഇളയ മകൻ 14 വയസ്സുള്ള ഈ കുട്ടിയാണ് ഇത്തരത്തിൽ ഒരു വിവരം പറയുന്നതും. പിന്നീട് പോലീസ് എത്തി, ഡോഗ് സ്ക്വാഡ് എത്തി, ഇത്തരത്തിൽ ഫോറൻസിക് സംഘം ഒക്കെ എത്തി വലിയ പരിശോധന നടത്തി. ഇതിനിടയിലാണ് പോലീസിന് ചില സംശയങ്ങൾ വന്നത്. അതായത് ഇവിടുത്തെ CCTV ക്യാമറകൾ ഓഫ് ചെയ്ത നിലയിലായിരുന്നു. അങ്ങനെയാണ് ഈ കുട്ടിയെ രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ വിശദമായി ചോദ്യം ചെയ്യുന്നത്. അങ്ങനെ വിശദമായ ചോദ്യം ചെയ്യലാണ് കുട്ടി ഒടുവിൽ സമ്മതിക്കുന്നത്. താൻ ഈ ഓൺലൈൻ ഗെയിമിങ്ങിൽ തന്ന നിർദ്ദേശം, അതിൽ പറഞ്ഞ നിർദ്ദേശം അനുസരിച്ച് വീടിന് നേരെ വെടിവെക്കുകയായിരുന്നു. വീട്ടിലെ ആ സമയത്ത് ഇവർ പുറത്തുപോയ ഒരു സമയമായിരുന്നു. ഈ കുട്ടി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ പിന്നീട് അത് ഭയം കാരണം ഒരു കാറിൽ വന്ന് ഇത്തരത്തിൽ വെടിവെക്കുന്നു എന്നൊരു കഥ കുട്ടി മെനയുകയായിരുന്നു. ഏതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദന ഉണ്ടാക്കി. അതിർത്തി പ്രദേശമാണ്, ഇത്തരത്തിൽ വെടിവെപ്പും ഇതൊക്കെ നടക്കുന്ന സ്ഥലമാണ്. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിൽ വെടിവെപ്പിൽ ആളുകൾ കൊല്ലപ്പെട്ട സംഭവം വരെ ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ വീട്ടിൽ വന്ന് വെടിവെച്ചെന്നൊക്കെ പറയുമ്പോൾ വലിയ പരിഭ്രാന്തി ഉണ്ടാക്കി. അത് ആ ജില്ലയെ തന്നെ വലിയ പരിഭ്രാന്തി ഉണ്ടാക്കിയ സംഭവമാണ്. ഏറ്റവും ഒടുവിൽ ഇങ്ങനെ ഒരു ഗെയിമിങ്ങിന്റെ ഭാഗമാണ് എന്ന് അറിയുന്നു. പോലീസ് പിന്നീട് അന്വേഷിച്ചപ്പോൾ ഈ തോക്കും ഈ തിരകളും കണ്ടെത്താൻ സാധിച്ചു. പക്ഷെ ഇപ്പോഴും എവിടെ നിന്നാണ് ഈ കുട്ടിക്ക് ഈ തോക്ക് ലഭിച്ചതെന്ന് സംബന്ധിച്ച് പോലീസിന് ഒരു വ്യക്തത വന്നില്ല. അതിൽ കൂടുതൽ ചോദ്യം ചെയ്യണം എന്നൊക്കെയാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ പോലീസ് ദുരുപയോഗം ചെയ്തു എന്ന ഒരു വീട്ടുകാർ നൽകിയ, അല്ലെങ്കിൽ പോലീസ് നൽകിയ വിവരം ഇതായിരുന്നു: സ്വന്തം വീട്ടിലെ തന്നെ തോക്ക് എയർ ഗൺ ഉപയോഗിച്ചാണ് വെടിയുതിർത്തതെന്ന്. പക്ഷെ അത് വീട്ടിലെ തോക്കല്ല എന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഏറെ ഗൗരവമുള്ള വിഷയമാണ്. പ്രത്യേകിച്ച് ഒരു 14-കാരൻ എങ്ങനെ തോക്ക് കിട്ടിയെന്നത്. ഈ ടാസ്കിൻ്റെ ഭാഗമായിട്ടാണ് വെടിയുതിർത്തതെന്ന് വിദ്യാർത്ഥി സമ്മതിച്ചിട്ടുമുണ്ട്. പക്ഷെ തോക്ക് എങ്ങനെ കിട്ടി? അക്കാര്യത്തിൽ എന്താണ് ഈ 14-കാരൻ പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ നൽകിയ വിവരം? ടോമേ, ഈ കാര്യത്തിലൊരു അവ്യക്തത ഇപ്പോഴും ഉണ്ട്. പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇത് ഒരു എയർ ഗണ്ണാണ്. ഈ കുട്ടി വീട്ടിലുണ്ടായിരുന്ന ഒരു തോക്കല്ല എന്നാണ് പോലീസ് അന്വേഷണത്തിൽ പിന്നീട് മനസ്സിലായത്. തുടക്കത്തിൽ ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന തോക്കെടുത്ത് ഈ കുട്ടി സ്വയം വെടിവെക്കുന്ന എന്ന തരത്തിലായിരുന്നു വിവരങ്ങൾ പുറത്തു വന്നെങ്കിൽ ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്നത് ഈ തോക്ക് വീട്ടിലുണ്ടായിരുന്നതല്ല. പക്ഷേ അത് എവിടെ നിന്നും ഈ കുട്ടി സംഘടിപ്പിച്ചു എന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. മഞ്ചേശ്വരം പോലീസാണ് ഇത് സംബന്ധിച്ച് അന്വേഷിക്കുന്നത്. ഏതായാലും ഈ കുട്ടിക്കെതിരെ നിലവിൽ കേസ് എടുത്തിട്ടില്ല. ഈ കുട്ടിക്ക് ഒരു കൗൺസിലിംഗ്
കൊടുക്കും എന്ന് മാത്രമാണ് ഇപ്പോൾ പോലീസ് പറഞ്ഞിട്ടുള്ളത്. ഈ പോലീസ് സംവിധാനം ദുരുപയോഗം ചെയ്തു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കൗൺസിലിംഗ് കൊടുക്കും എന്നാണ് പോലീസ് പറയുന്നത്. നിലവിൽ കേസെടുത്തിട്ടില്ല. ഒപ്പം ഈ തോക്ക് നൽകി ഇങ്ങനെ കൂടുതൽ കുട്ടികൾ ഇതിൽ ഈ ഓൺലൈൻ ഗെയിമിങ്ങിന് അടിമയായിട്ടുണ്ടോ, ഈ സഹപാഠികൾ ഉൾപ്പെടെ ഈ കുട്ടിക്കൊപ്പം ഇത്തരത്തിൽ അടിമയായിട്ടുണ്ടോ എന്ന കാര്യമൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഈ ഓൺലൈൻ ഗെയിമിങ്ങിൽ ഒരു നിർദ്ദേശം ഇത്തരത്തിൽ പറയുന്നു. ഈ തോക്ക് ഉപയോഗിച്ച് വീടിന് നേരെ വെടിയുതിർക്കണം എന്നൊരു നിർദ്ദേശം പറയുന്നു. അത് ഈ കുട്ടി അനുസരിക്കുന്നു. അങ്ങനെ വീട്ടിന് നേരെ വെടിവെക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ആ കാര്യത്തിൽ പോലീസിന് കൃത്യമായ വ്യക്തത വന്നിട്ടുണ്ട്. പോലീസ് ഈ തോക്ക് കണ്ടെത്തിയിട്ടുണ്ട്. 6 തിരകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. 6 തവണയാണ് വീട്ടിന് നേരെ ഇത്തരത്തിൽ വെടിവെച്ചത്. ഒരു പക്ഷേ ഇത്തരം ഗെയിമുകൾ സ്വന്തം മാതാപിതാക്കളെ വരെ കൊലപ്പെടുത്തുന്ന രീതിയിലൊക്കെയുള്ള ഗെയിമുകൾ നമ്മൾ നേരത്തെ ഒക്കെ കണ്ടതാണ്. അത്തരത്തിൽ വലിയ തോതിലുള്ള ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇത്. ഈ ഓൺലൈൻ ഗെയിമുകൾ ഇപ്പോഴും സജീവമായി തന്നെ ഉണ്ട് എന്ന ഒരു കാര്യമാണ് ഈ സംഭവത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് കൂടുതൽ കുട്ടികൾ ഈ ഓൺലൈൻ ഗെയിമിന് ഈ പ്രദേശത്ത് തന്നെയുള്ള ഈ കുട്ടിയുടെ സുഹൃത്തുക്കൾ തന്നെ ഇത്തരത്തിൽ ഇതിന് അടിമയായിട്ടുണ്ടോ, അങ്ങനെ ഒരു സംശയമുണ്ടോ ബൈജു? കാരണം ആ പ്രദേശം കേന്ദ്രീകരിച്ച് കൂടുതൽ കുട്ടികൾ, കൂടുതൽ വിദ്യാർത്ഥികൾ ഈ ഓൺലൈൻ ഗെയിമിന് അടിമകളാണെന്ന കൃത്യമായ വിവരമുണ്ടോ? അങ്ങനെയെങ്കിൽ ഒരു വിശദമായ അന്വേഷണം, പരിശോധനകൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ആവശ്യമല്ലേ? ബോധവൽക്കരണം ആവശ്യമല്ലേ? മാത്രമല്ല, ഏത് ഗെയിമാണ് ഈ വിദ്യാർത്ഥി കളിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ടോ? അത് സംബന്ധിച്ച് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ കൂടുതൽ ഊർജിതമായി ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ അപകടകരമായ രീതിയിലുള്ള ഗെയിം തന്നെയാണ് ഈ കുട്ടി ഇത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്നത് എന്നാണ് പോലീസ് അന്വേഷണം കണ്ടെത്തിയത്. അതിൽ ഒരു 1-2 സ്റ്റേജ് മാത്രം പിന്തുടർന്നപ്പോഴാണ് ഇത്തരത്തിൽ അപകടകരമായ വിധം തോക്ക് ഉപയോഗിച്ച് സ്വന്തം വീട്ടിന് നേരെ നിറയൊഴിക്കണമെന്ന ഒരു നിർദ്ദേശം അതിൽ നിന്ന് വരുന്നത്. അതിനപ്പുറം എന്തൊക്കെ നിർദ്ദേശങ്ങൾ ഈ ഗെയിമിലുണ്ട്, അത് ഏത് രീതിയിലുള്ള ഗെയിമാണ്, ഇത്തരത്തിൽ ആ കാര്യങ്ങളൊക്കെ പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ കുട്ടികൾ ഈ കുട്ടിയുടെ സുഹൃത്തുക്കളായ അല്ലെങ്കിൽ സഹപാഠികളായ കുട്ടികളൊക്കെ ഇതിൽ അടിമപ്പെട്ടിട്ടുണ്ടെന്ന ഒരു സംശയം പോലീസിനുണ്ട്. അത് സൈബർ വിദഗ്ധർ ഉൾപ്പെടെ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. ഏതായാലും വലിയ പരിഭ്രാന്തിയാണ് ഈ സംഭവം ഉണ്ടാക്കിയത്, ഞെട്ടലുണ്ടാക്കിയെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കർണാടക അതിർത്തിയോട് പങ്കിടുന്ന ഒരു പ്രദേശമാണ്. അവിടെ ഒരു കാറിൽ വലിയ സംഘം 5ഓളം പേരെത്തുന്നു, വീടിന് നേരെ 6 തവണ വെടിവെക്കുന്നു. അങ്ങനെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് അയൽവാസികളോ ആരും തന്നെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അത്രയും കൃത്യമായ നിർദ്ദേശങ്ങൾ ഈ ഗെയിം നൽകുന്നുണ്ടെന്ന് വേണം പറയാൻ. ആരുമില്ലാത്ത സമയത്ത്, വീട്ടിൽ നിന്നും ആരും മാറി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ടാസ്ക് ആണ് ഈ കുട്ടിക്ക് ലഭിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിനപ്പുറം എത്ര അപകടകരമായ വിധം നിർദ്ദേശങ്ങൾ ഈ ഗെയിമിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അത്തരം കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഒപ്പം നേരത്തെ പറഞ്ഞത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. കൂടുതൽ കുട്ടികളിലേക്ക് ഈ ഗെയിം അടിമപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ ഈ കുട്ടിക്കെതിരെ കേസെടുത്തിട്ടില്ല. ഒരു കൗൺസിലിംഗ് മാത്രമാണ് ഇപ്പോൾ പോലീസ് ഉദ്ദേശിക്കുന്നത്. ഇനി കേസ് എടുക്കുമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരായിട്ടില്ല. അത്തരം നിയമ ഉപദേശങ്ങളൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനം ഇതിൽ കൂടുതൽ കുട്ടികൾ ഇതിൽ അടിമപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം തന്നെയാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ഒപ്പം ഈ എയർഗൺ, കൂടുതൽ എയർഗണ്ണുകളോ ഇത്തരം മാരകായുധങ്ങളൊക്കെ ഈ കുട്ടികൾക്ക് എത്തിക്കുന്ന സംഘങ്ങളുണ്ടോ എന്നും അന്വേഷിക്കുന്നു. പ്രത്യേകിച്ച് നമുക്ക് സംശയിക്കുന്നത് കർണാടക അതിർത്തി ആയതുകൊണ്ട് തന്നെ കർണാടക ഇതര സംസ്ഥാനത്തുള്ള ബന്ധങ്ങളൊക്കെ ഇതിലുണ്ടോ, അങ്ങനെ വലിയ റാക്കറ്റ് ഇതിൽ പ്രവർത്തിക്കുന്നുണ്ടോ, എങ്ങനെയാണ് ഇത്തരം ഈ ഒരു ഗെയിമിൽ അടിമപ്പെട്ടത്, എത്ര വർഷമായി ഈ കുട്ടി ഈ ഗെയിമിൽ അടിപ്പെട്ടു, ഇത്തരം കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷണത്തിലാണ് ഉള്ളത്. ഏതായാലും നിലവിൽ ആശങ്ക, ഈ ഒരു വെടിവെപ്പ് ഉണ്ടായി എന്നൊരു ആശങ്ക മാറിയിരിക്കുന്നു. ഈ കുട്ടി തന്നെ സ്വന്തം വെടിതുർത്ത് ഇത്തരത്തിലുള്ള ഒരു കഥ മെനയുകയായിരുന്നു എന്ന പോലീസ് അന്വേഷണത്തിൽ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. പോലീസിന് അത് വളരെ പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നു. വലിയ സന്നാഹങ്ങളായിരുന്നു. വ്യക്തമാണ്. KV ബൈജു ആണ് കാസർഗോഡ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് ഉപ്പളയിലാണ് കഴിഞ്ഞ ദിവസം സ്വന്തം വീടിന് നേർക്ക് 14-കാരൻ വെടിയുതിർത്തത്. ഇത് ഓൺലൈൻ ഗെയിമിൻ്റെ ഭാഗമായുള്ള ടാസ്കിൻ്റെ ഭാഗമായി നടത്തിയ വെടിവെപ്പെന്നാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. ഈ ഓൺലൈൻ ഗെയിമുകൾ കൂടുതൽ വിദ്യാർത്ഥികൾ കളിക്കുന്നുണ്ടോ, കൂടുതൽ പേർ ഇതിൻ്റെ ഇരകളായിട്ടുണ്ടോ, ചതിക്കപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും വിശദമായി പരിശോധിക്കേണ്ടതാണ്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം.